ഗ്രാമപഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് വയനാട് ജില്ലയിലെ പൂതാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രകാശനാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. മലയോര മേഖലയായ വയനാട് ജില്ലയിലെ പൂതാട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് എന്റെ പഞ്ചായത്ത് ഇന്ന് പോകുന്നത്. പൂതാടി പഞ്ചായത്ത് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ വിവിധ മേഖലയിലെ പ്രവർത്തനത്തിന് വ്യത്യസ്തമായ അംഗീകാരവും പഞ്ചായത്ത് കരസ്ഥമാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ പ്രസിഡന്റ് മിനി പ്രകാശനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീമതി മിനി. നമസ്കാരം. മഴക്കാലം എത്തിയിരിക്കുന്നു. പഞ്ചായത്തിൽ വെള്ളം കയറുന്ന പ്രദേശങ്ങളുണ്ടോ? പ്രധാനമായും മണ്ണിടിച്ചിലാണ് അവിടുത്തെ പ്രധാന ഒരു വെല്ലുവിളി ഉയർത്തുന്നത്. ഇത്തരം മഴക്കെടുതികൾ വരുമ്പോൾ നടത്താനുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെല്ലാം എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്? മഴക്കാലത്തിന്റെ മുന്നൊരുക്കമായിട്ട് നമുക്ക് 2-3 വാർഡുകളിൽ വളരെ രൂക്ഷമായിട്ട് ഉന്നതികളിൽ വെള്ളം കയറുന്ന പ്രശ്നമുണ്ട്. അത്തരം ഉന്നതികളിൽ മഴക്കാല വെള്ളത്തിന്റെ ആ സമയത്ത് തന്നെ നമ്മൾ ക്യാമ്പുകളും മറ്റും സംഘടിപ്പിക്കാനും അതുപോലെ അവരെ കൃത്യമായിട്ട് ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ 1-ാം വാർഡിലെ നെയ്ക്കുപ്പ ഉന്നതി, അതുപോലെ തന്നെ 22-ാം വാർഡിലെ കൊവള ഉന്നതി, അത്തരം ഉന്നതികളിലാണ് ഏറ്റവും പെട്ടെന്ന് വെള്ളം തുടക്കത്തിൽ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉള്ളത്. അവിടെ അവർക്ക് പുതുതായി കഴിഞ്ഞ ദിവസം MLA-യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തില് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബങ്ങളെ അവിടുന്ന് മാറ്റി താമസിക്കാനുള്ള പ്രവർത്തനങ്ങളും കൂടെ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൂടാതെ മഴക്കാല ദുരന്തത്തിന്റെ പ്രവർത്തനമായിട്ട് നമ്മൾ കൺട്രോൾ റൂം, അതുപോലെ തന്നെ എല്ലാ വാർഡ് മെമ്പർമാരുടെയും സഹകരണത്തോടുകൂടെ വാർഡുകളിൽ വല്ല പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് അത് നല്ല രീതിയിൽ ബന്ധപ്പെട്ട് അവിടെയുള്ള ഉന്നതികളിലാണെങ്കിലും വാർഡുകളിലാണെങ്കിലും ഉള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങളുമായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൂതാടി ഗ്രാമപഞ്ചായത്തിൽ 22 വാർഡുകളിലുണ്ട്. അതിലും നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ട്. ഒരു പരിധിവരെ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നിരവധിയായ പ്രശ്നങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. കുറച്ചൊക്കെ ചെയ്തു തീർത്തു വരുന്നു. തീർച്ചയായും. ഒപ്പം തന്നെ ഈ മഴക്കാലം എത്തിയതോടുകൂടി തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ജലജന്യ രോഗങ്ങൾക്കെതിരെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്തെ കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കേണിച്ചിറ ടൗൺ നവീകരണ പ്രവൃത്തിയോടുകൂടെ പൂതാടി ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളുമായി തുടക്കം എന്ന രീതിയിൽ കേണിച്ചിറ ടൗൺ ശുചീകരണ പ്രവർത്തനം നടത്തി. അത് എല്ലാവരുടെയും സഹകരണത്തോടെ പഞ്ചായത്ത് ഭരണസമിതി, അതുപോലെ തന്നെ വ്യാപാര വ്യവസായി, കുടുംബശ്രീ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആരോഗ്യ വകുപ്പ്, മറ്റ് വിവിധ യൂണിയന്റെ പ്രതിനിധികൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടെയാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അതുപോലെ എലിപ്പനി മറ്റ് രോഗങ്ങളൊന്നും പടരാതിരിക്കാൻ വേണ്ടി എലിപ്പനിക്കൊക്കെ ഉള്ള മരുന്നൊക്കെ കൊടുത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ശുചീകരണ പ്രവർത്തനത്തിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. ഇനി എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനം നടന്ന് കൊണ്ടിരിക്കുകയാണ്. പൂർത്തിയായിട്ടില്ല. കൂടുതൽ മഴയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഓരോ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പ്രധാന ടൗണുകളിൽ ആ മേഖലയിലെ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലൊക്കെ ശുചീകരണ പ്രവർത്തികൾ നടത്തി വരുന്നു. 1-2 മാഗേരി ടൗണില് ശുചീകരണ പ്രവർത്തനം കഴിഞ്ഞു. കേണിച്ചിറ ടൗണില്, ഇനി ഇരളം മേഖലയിൽ എല്ലാവരുടെയും സഹകരണത്തോടു കൂടെ ശുചീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്.
തീർച്ചയായും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ ഈ 2024-25 വർഷത്തിൽ 100% നികുതി പിരിവ് നേട്ടം സ്വന്തമാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ഒപ്പം തന്നെ ഈ വാർഷിക പദ്ധതി നിർവഹണത്തിൽ 95%-ലധികം പദ്ധതി വിഹിതം ചിലവഴിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിനെങ്ങനെയാണ് വിലയിരുത്താനാവുക? പഞ്ചായത്തിലെ സ്റ്റാഫുകളെ വളരെ കൃത്യമായി നികുതി ക്യാമ്പ് വെക്കുകയും അതോടൊപ്പം ഭരണസമിതി അതാത് വാർഡിലെ മെമ്പർമാരുടെ സഹകരണത്തോടുകൂടെ അത് മറ്റ് കുടുംബശ്രീ അംഗങ്ങളുടെ ഒക്കെ സഹായത്തോടുകൂടെ നമുക്ക് 100% നികുതി പിരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതാത് നിർവഹണ ഉദ്യോഗസ്ഥര് മാർച്ച് മാസ സമയത്ത് അതാത് നിർവഹണ ഉദ്യോഗസ്ഥര് വിവിധങ്ങളായ പ്രൊജക്ടുകൾ സമയബന്ധിതമായി കൃത്യമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പൂതാടി ഗ്രാമപഞ്ചായത്തിന്റെ നമ്മുടെ പദ്ധതി വിഹിതം ചെലവഴിച്ചതിൽ നമുക്ക് 95% ആക്കാൻ വേണ്ടി സാധിച്ചത്. അത് നിർവഹണ ഉദ്യോഗസ്ഥര്, ബഹുമാനപ്പെട്ട സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്കത് അത്തരം ഒരു നേട്ടം കൈവരിക്കാൻ വേണ്ടി പൂതാടി ഗ്രാമപഞ്ചായത്തിന് സാധിച്ചത്. തീർച്ചയായും ഈ കെ സ്മാർട്ട് പദ്ധതികൾക്കെല്ലാം തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയെ തന്നെ വിലയിരുത്താനാവുക? കെ സ്മാർട്ട് നമുക്ക് മാർച്ച് 30 കഴിഞ്ഞതിന് ശേഷം ഒരു 8-10 ദിവസം അതിൻ്റെതായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായി റെഡിയായി എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ലെങ്കിൽ പോലും അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നു വരുന്നു. ഇപ്പൊ എല്ലാവിധ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം കെ സ്മാർട്ട് മുഖാന്തരം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ ഈ മാലിന്യ സംസ്കരണ രംഗത്തിൽ എത്രത്തോളം മികവ് പുലർത്താൻ പഞ്ചായത്തിനായിട്ടുണ്ട്? മാലിന്യ സംസ്കരണ രംഗത്ത് 2021 കാലഘട്ടത്തില് ഈ ഭരണസമിതി വന്നതിന് ശേഷം തന്നെ നമ്മള് സോക്ക് പിറ്റ് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് കുടുംബങ്ങൾക്ക്. അതുപോലെ തന്നെ ബയോ കമ്പോസ്റ്റ് എന്നുള്ള ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ബയോബിൻ എന്നുള്ള ഒരു പ്രവർത്തനത്തിലൂടെ അടുക്കള മാലിന്യം ജൈവവളാക്കിയിട്ട് കൃഷിക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള അത്തരം ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ ഒരു 24-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മള് 3000-ഓളം കുടുംബങ്ങൾക്ക് 2500-3000 അടുത്ത് കുടുംബങ്ങൾക്ക് നമുക്ക് ബൊക്കാഷി ബക്കറ്റ് വിതരണം നടത്താൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ സോക്ക് പിറ്റിന്റെ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. അതോടെ വീടും പരിസരവും മറ്റ് മലിനമാകാതെ സൂക്ഷിക്കാൻ വേണ്ടി വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായിട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വളരെയേറെ കർഷകർക്ക് ഗുണപ്രദമാവും. അതോടൊപ്പം വീടും പരിസരവും വൃത്തിയായി കിടക്കുന്നതിനും അത് ഉപകരിക്കും. ബൊക്കാഷി ബക്കറ്റ് വിതരണത്തിലൂടെ ബയോബിൻ വിതരണം ചെയ്തിട്ടുണ്ട് 2020-21. മറ്റ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നു വരുന്നു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് നിർദ്ദേശപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് നടത്തി വരുന്ന ഒരു പഞ്ചായത്ത് കൂടെയാണ്. തീർച്ചയായും ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഈ മികവ് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ വാതിൽപ്പടി സേവനം അടക്കം തന്നെ അവർക്ക് നല്ല രീതിയിൽ വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അല്ലേ? അതെ, പൂതാടി ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡുകളിലായിട്ട് 44 ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം വളരെ കൃത്യമായി ആത്മാർത്ഥതയോടുകൂടെ നടക്കുന്നുണ്ട്. 22 വാർഡുകളിലെയും വീടുകളിൽ കൃത്യമായി 100% അവര് വാതിൽപ്പടി സേവനം പൂർത്തീകരിക്കുകയും നല്ലൊരു പ്രവർത്തനം അവരുടെ ഭാഗത്തുണ്ട്. എല്ലാവിധ ശുചീകരണ പ്രവർത്തനങ്ങളിലും പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം ചേർന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു ഹരിതകർമ്മ സേന ടീമാണ് പൂതാടി ഗ്രാമപഞ്ചായത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മാലിന്യ സംസ്കരണ രംഗത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കുളങ്ങളും തോടുകളെല്ലാം തന്നെ നവീകരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയത്. അതെ, നമുക്ക് മഴക്കാലത്തിന് മുന്നോടിയായിട്ട് പുഴയോര സംരക്ഷണം, തോടുകളുടെ നവീകരണം, അത്തരം പ്രവർത്തനങ്ങളൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. നല്ല രീതിയിൽ അത് പ്രയോജനകരമായിട്ട് തന്നെയാണ് വരുന്നത്.
തീർച്ചയായും അത്തരത്തിലുള്ള പദ്ധതികളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിരവധിയായിട്ടുള്ള ആശയങ്ങളാണ് പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. അതിലെല്ലാം തന്നെ വിജയം കൊയ്യാൻ പഞ്ചായത്തിനാകുന്നുണ്ട് എന്ന് തന്നെയാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഈ ഭവന പദ്ധതികളെല്ലാം തന്നെയാണ്. ലൈഫ് ഭവന പദ്ധതി, PMAY പദ്ധതി പ്രകാരം എത്രത്തോളം ആളുകൾക്ക് വീടുകൾ എത്തിക്കാൻ പഞ്ചായത്തിന് ആയിട്ടുണ്ട്? നമ്മള് ലൈഫ് ഭവന പദ്ധതിയില് ഗുണഭോക്താക്കളായ എല്ലാ കുടുംബങ്ങൾക്കും വീട് വയ്ക്കാനുള്ള സാഹചര്യം ഈ സാമ്പത്തിക വർഷത്തിൽ ഒരുക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. PMAY നിലവിലുള്ള ലിസ്റ്റിലെ അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പരിശോധന കഴിഞ്ഞു. അതിന്റെ കൂടെ തന്നെയാണ് നമ്മൾ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളെയും കൂടെ കൂട്ടിച്ചേർത്ത് എല്ലാ വീടില്ലാത്ത ഗുണഭോക്താക്കൾക്കും വീട് വെക്കുന്നതിനുള്ള നിലവിലുള്ള ലിസ്റ്റിലുള്ള എല്ലാവരെയും എഗ്രിമെന്റ് വെച്ച് വീട് നിർമ്മിക്കുന്ന ഒരു പ്രൊജക്റ്റുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിയുന്നതോടുകൂടെ 22 വാർഡുകളിലെയും ഈ വീടിന്റെ അപേക്ഷയിൽ ഉൾപ്പെട്ട PMAYന്റെ ലൈഫിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും അർഹതപ്പെട്ടവർക്ക് വീട് എഗ്രിമെന്റ് വെക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ കാർഷിക മേഖലയ്ക്ക് പ്രത്യേകിച്ച് പ്രധാനമായും ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. എങ്ങനെയാണ് കാർഷിക മേഖലയിലെ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്? കാർഷിക മേഖലയില് പ്രത്യേകിച്ച് നെൽകൃഷിക്ക് നമ്മൾ മുൻതൂക്കം കൊടുക്കാറുണ്ട്. വിത്ത് മുതല് നെൽകൃഷി കൂലിച്ചെലവ് അതിനുള്ള ഫണ്ട് നമ്മൾ എല്ലാ വർഷവും മുൻഗണന കൊടുത്ത് പ്രോജക്റ്റ് വെച്ച് കർഷകർക്ക് കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ കർഷകർക്ക് നീറ്റ് കക്ക അതുപോലെ മറ്റ് രാസവള സബ്സിഡി ഇനത്തില് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കർഷകർക്ക് വേണ്ടി. അതുകൂടാതെ തന്നെ ക്ഷീര കർഷകർക്ക് വയനാട് ജില്ലയിലെ പൂതാടി ഗ്രാമപഞ്ചായത്തിൽ ഒത്തിരിയേറെ ക്ഷീര കർഷകർക്കുണ്ട്. അവർക്ക് വേണ്ടി പാലിന്റെ സബ്സിഡി ഇനത്തില് കാര്യങ്ങൾ പ്രൊജക്റ്റ് വെച്ച് വരുന്നുണ്ട് എല്ലാ വർഷവും. അതുകൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പശുവിനെ വളർത്തി ജീവിക്കുന്നവർക്ക് തൊഴുത്ത് നിർമ്മാണം ആവശ്യപ്പെട്ടവർക്ക് തൊഴുത്ത് അർഹതപ്പെട്ട ആളുകൾക്ക് തൊഴുത്ത് നൽകി പശു വളർത്താൻ അവർക്ക് ഏറ്റവും സുഖമായിട്ട് പശു വളർത്താൻ തൊഴുത്ത് നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമുണ്ട്. അതുകൂടാതെ തന്നെ പച്ചക്കറി തൈ വിതരണം, അതുകൂടാതെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ നമ്മൾ പച്ചക്കറി ചട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. മട്ടുപ്പാവിലും ടെറസിന്റെ പൊക്കത്തൊക്കെയുള്ള ചെറിയ സ്ഥലങ്ങളിലുള്ളവരിലാണെങ്കിൽ പോലും ജൈവ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് അവനവന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉൽപ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ട് കൃഷി മേഖലയിൽ പച്ചക്കറി നൽകുന്നതിന് വേണ്ടി പച്ചക്കറി തൈ, വളം അങ്ങനെയുള്ള ഒരു പ്രൊജക്ട് നടപ്പിലാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെൽകൃഷിക്ക് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്തു പോകുന്നത്. ഇത്തരത്തിൽ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുമ്പോൾ അപ്പോൾ തന്നെ ഈ വന്യജീവി ശല്യമാണ് ഏറ്റവും കൂടുതൽ വയനാട് മേഖലയെ ബാധിക്കുന്നത് എന്ന് തന്നെയാണ്. അത്തരത്തിൽ പൂതാടി ഗ്രാമപഞ്ചായത്തിനെ വന്യജീവി ആക്രമണം ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിനെ എങ്ങനെയാണ് അതിൽ നിന്നും മുക്തി നേടാനുള്ള പ്രവർത്തനങ്ങളെല്ലാം പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? വന്യമൃഗശല്യം ഏറ്റവും കൂടുതലുള്ള ഒരു പഞ്ചായത്താണ് പൂതാടി ഗ്രാമപഞ്ചായത്ത്. 2023 ഡിസംബർ 9 വാഗേരിയുള്ള പ്രജീഷ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു ദയനീയ സാഹചര്യം പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. നിരവധിയായ കാട്ടാന ശല്യം മൂലം കർഷകർക്ക് മുന്നോട്ട് പോവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിരന്തരം ആന കയറി ഇറങ്ങിയിട്ട്. അപ്പൊ നമുക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിരവധിയായ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തില് ബഹുമാനപ്പെട്ട MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ട് 50 ലക്ഷം രൂപയുടെ ഫെൻസിങ്ങിന്റെ പ്രവർത്തനം ഈ ഒരു കഴിഞ്ഞ സാമ്പത്തിക വർഷം കേണിച്ചിറ നടവയൽ മേഖലയിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇരുളം ഭാഗത്തേക്കും ആ പ്രവർത്തനം എത്തും. അതുകൂടാതെ തന്നെ മൂടക്കൊല്ലി ഭാഗത്ത് നമുക്കൊരു 6 കിലോമീറ്ററോളം ഫെൻസിങ് പാസ്സായതാണ്. അവിടെ ഫെൻസിങ് മാത്രം പോരാ, ഒരു മതിലിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനം വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രൊജക്റ്റ് അതൊന്ന് മാറ്റുന്നതിലേക്ക് വേണ്ടുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്. അധികം വൈകാതെ അത്
റെഡിയാവുന്നതോടുകൂടെ ആ മേഖലയിൽ, വാഗേരി മേഖലയിലും അതുപോലെ തന്നെ എന്നും ദൈനംദിനം തന്നെ ആന ഇറങ്ങാത്ത ദിവസം ഒന്നും തന്നെ ഇല്ല ഇരളം മേഖലയിൽ, നടവേലി മേഖലയിലൊക്കെ. അപ്പോൾ ഈ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ ഫെൻസിങ്ങും അതുപോലെ തന്നെ ക്രാഷ് ഗാർഡ് ഫെൻസിങ്ങിന്റെ ഒരു പ്രവർത്തനം നടന്നു വരുന്നു. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫണ്ട് വെച്ചിട്ടുള്ള ഫെൻസിങ്ങിന്റെ പ്രവർത്തനവും നടന്നു വരുന്നുണ്ട്. എങ്കിലും വന്യമൃഗശല്യം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് പൂതാടി ഗ്രാമപഞ്ചായത്ത്. ഇതിൽ ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കായിട്ടുള്ള അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അടിസ്ഥാന വികസനം, അവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള സഹായം, അതുപോലെ തന്നെ പഞ്ചായത്തിലെ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ട വീട്, അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ, മരുന്ന്, അത്തരം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. നിലവിൽ നമ്മൾ ലൈഫിന്റെ ഭവന പദ്ധതി ആണെങ്കിൽ പോലും അത് എല്ലാ ST മേഖലയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ജനറൽ കുടുംബങ്ങൾക്ക് വീടിന്റെ കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ചെയ്യാനുള്ള പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ഈ വർഷം. അതിന്റെ മുന്നേ തന്നെ എല്ലാ അപേക്ഷ വെച്ച ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട എല്ലാ ST കുടുംബങ്ങൾക്കും വീട് എഗ്രിമെന്റ് വെക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ അത് അവർ പഠിക്കുന്ന മക്കൾക്ക്, ST കുടുംബങ്ങൾക്ക് പഠിക്കുന്ന പഠനമുറി അടക്കം അവർക്ക് സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ SC മേഖലയിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ലാപ്ടോപ്പ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മേശ, കസേര, അങ്ങനെ പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. തന്നെ നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. സ്ത്രീ ശാക്തീകരണം പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായി തന്നെ കാണുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പഞ്ചായത്ത് സജ്ജമാക്കിയിരിക്കുന്നത്? പ്രത്യേകിച്ച് ഈ വനിതാ ഫിറ്റ്നസ് സെന്ററുകൾ അടക്കം തന്നെ ഈ സ്ത്രീകൾക്ക് വേണ്ടി നൽകാൻ പഞ്ചായത്തിനായിട്ടുണ്ടല്ലോ. ആശി ഫിറ്റ്നസ് സെന്ററിന്റെ ഒരു പ്രവർത്തനം കേണിച്ചിറ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഇന്ന് ജീവിതശൈലി രോഗങ്ങള്, നമ്മുടെ സമയക്കുറവുകൊണ്ട് പോലും ഭക്ഷണത്തിന്റെ ഇതുകൊണ്ടൊക്കെ ഒത്തിരിയേറെ ജീവിതശൈലി രോഗങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പിടിപെടുന്ന ഒരു സാഹചര്യത്തിൽ വനിതകളുടെ ആരോഗ്യപരമായ കാര്യത്തിന് അവർക്ക് രാവിലെ വൈകുന്നേരം വന്ന് ഫിറ്റ്നസ് സെന്ററിൽ അത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിലൂടെ അവരുടെ മനസ്സിനും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും അവർ വളരെയധികം സന്തോഷമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു പ്രവർത്തനം നൽകാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ വനിതാ സംഗമം നടത്തി വനിതകൾക്ക് വേണ്ടി ഒരു ദിവസത്തെ അവരുടേതായ കഴിവുകൾ, പാട്ട്, ഡാൻസ്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഒരു ദിവസം മുഴുവനും അവർക്ക് വേണ്ടി അതുപോലെ നിരവധിയായ പരിപാടികളോടുകൂടെ വനിതാ സംഗമവും നടത്താൻ വേണ്ടി സാധിച്ചു. തീർച്ചയായും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, ഇവരുടെ ഈ കുടുംബശ്രീ വഴിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? പ്രത്യേകിച്ച് ഇവർക്കായിട്ടുള്ള തൊഴിൽ സംരംഭങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ്? കുടുംബശ്രീ മുഖാന്തരം JLG ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് 4-5 പേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പുകൾ സ്വയം തൊഴിൽ എന്ന രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അവർക്ക് അവരുടേതായ ബിസിനസ്, കച്ചവടം, തുണിക്കട, അങ്ങനെയുള്ള പലതരത്തിലുള്ള പലഹാര യൂണിറ്റുകള്, അങ്ങനെ നിരവധിയായ കൂൺ കൃഷി, അങ്ങനെ പലതരം പ്രവർത്തനങ്ങൾക്ക് അവരുടെ ജീവിതത്തിന് വരുമാന മാർഗത്തെ രീതിയിലുള്ള പ്രവർത്തനങ്ങള് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഫിറ്റ്നസ് സെന്ററിന്റെയും ഭാഗമായി CDSന്റെയും മറ്റ് എല്ലാവരുടെയും വനിതകളുടെയൊക്കെ സഹകരണ സപ്പോർട്ടും എല്ലാം ഇതിലേക്ക് ഉണ്ട്. നല്ല രീതിയിൽ കുടുംബശ്രീയുടെ പ്രവർത്തനവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നു. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള അംഗീകാരങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് പഞ്ചായത്തിൽ നേടിയിട്ടുള്ളത്? പ്രത്യേകിച്ച് അംഗനവാടികളും സ്കൂളുകളും എല്ലാം തന്നെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? പൂതാടി ഗ്രാമപഞ്ചായത്തിൻ്റെതായ 2 സ്കൂളുകളാണുള്ളത്. കക്കട
വാഗേരി സ്കൂളും അതുപോലെ തന്നെ പൂതാടി സ്കൂളും ആണുള്ളത്. അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പഞ്ചായത്ത് ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പൂതാടി സ്കൂളിലും അതുപോലെ തന്നെ കക്കട സ്കൂളിലും. പൂതാടി പഞ്ചായത്തിലെ മറ്റു സ്കൂളുകളിലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പൂതാടി സ്കൂളിൽ ഒരുപാട് മാറ്റങ്ങൾ, അതുപോലെ തന്നെ കക്കട സ്കൂളിലും ചുറ്റുമതിലടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. നിരവധിയായ പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഭിന്നശേഷി വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണാനാവുക? ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്ന എഴുതി മേടിച്ചിട്ടുണ്ട്. അധികം വൈകാതെ അതിന്റെ ബഡ്സ് സ്കൂളിന്റെ ഒരു കെട്ടിടത്തിന്റെ പ്രവർത്തനം കൂടെ നടത്താനുള്ള ഫണ്ടും പ്രൊജക്റ്റും കൂടെ വെക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത്. 15 സെന്റോളം സ്ഥലം ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നതിന് വേണ്ടി തന്നെ നമുക്ക് പഞ്ചായത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായും വയനാട് ജില്ലയെ പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് ടൂറിസത്തിന് അനന്തമായിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരു പ്രദേശം തന്നെയാണ്. അത്തരത്തിൽ പൂതാടി മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ടോ? അതിനെയെല്ലാം തന്നെ പരിപോഷിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? പ്രത്യേകിച്ച് ടൂറിസ്റ്റ് മേഖലയായിട്ടുള്ള സ്ഥലമില്ല എങ്കിലും നമ്മൾ 1-2 മേഖലകൾ ഉൾപ്പെടുത്തി ടൂറിസ്റ്റ് മേഖലയാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ് നമ്മൾ മുകളിലേക്ക് കൊടുത്തിടിയായി വരുമ്പോൾ ആ മേഖലയിൽ ഒരു ടൂറിസ്റ്റ് മേഖലയാക്കിക്കൊണ്ട് പഞ്ചായത്തിന് സാധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഭാവി പദ്ധതികള് പൂതാടി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും സ്ത്രീകളും കുട്ടികളും എന്ന രീതിയിൽ തന്നെ നേരിട്ടുകൊണ്ടിരുന്നൊരു പ്രശ്നമായിരുന്നു ടേക്ക് എ ബ്രേക്ക് ഇല്ലാത്തത്. അതിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഈ ഭരണസമിതിയുടെ കാലാവധി തീരുന്നതിന് മുന്നേ തന്നെ ഉദ്ഘാടനം നടത്താനാവും എന്നൊരു ഇതിലാണ് ഭരണസമിതി ഉള്ളത്. അതുകൂടാതെ തന്നെ ഏറ്റവും വലിയ പ്രതീക്ഷയും സ്വപ്നവുമാണ് ഇനി ബഡ്സ് സ്കൂളിന്റെ ഒരു കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളത്. അതുകൂടാതെ 2 അംഗനവാടികൾക്ക് കൂടെ കെട്ടിടം കാര്യങ്ങളുണ്ട്. കുറച്ചുകൂടെ നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊടുത്തിട്ടുണ്ട്. അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഭരണസമിതി ഉള്ളത്. തീർച്ചയായും ഈ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുമ്പോൾ എത്രത്തോളം ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡുകൾ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഒപ്പം തന്നെ ഈ വഴിവിളക്കുകളും ക്യാമറകളും എല്ലാം തന്നെ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണോ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? അടിസ്ഥാന സൗകര്യത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് 2-3 ഇനത്തിലുള്ള തൊഴിലുറപ്പ് മേഖലയിൽ ഉൾപ്പെടുത്തി നമ്മൾ ഫണ്ട് ലഭിക്കുമ്പോൾ 22 വാർഡുകളിലേക്കും തുല്യമായിട്ട് തന്നെയാണ് വികസന പ്രവർത്തനം നടത്തി വരുന്നത്. ഈ കഴിഞ്ഞ വർഷം വരെ 10% ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 22 വാർഡുകളിലും 2 റോഡ് വീതം കോൺക്രീറ്റ് പ്രവൃത്തികൾ, പുതിയ റോഡുകൾ കോൺക്രീറ്റ് പ്രവൃത്തി 22 വാർഡുകളിലും ചെയ്തു വരുന്നു. അതുകൂടാതെ നമുക്ക് നിരവധിയായ റോഡ് മെയിൻ്റനൻസ് പ്രവൃത്തികളുണ്ട്. അതും ഏതൊക്കെ മേഖലയാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതാത് ഗ്രാമസഭകളിൽ നിന്ന് വന്ന അതാത് മെമ്പർമാരുടെ ലിസ്റ്റ് തരുന്നതിനനുസരിച്ച് കിട്ടുന്ന ഫണ്ട് എല്ലാ മെമ്പർമാർക്കും തുല്യമായി വീതിച്ച് നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അതുപോലെ തന്നെ ST മേഖലയിലും ജനറൽ ഫണ്ടും പൂതാടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ തനത് ഫണ്ട് വളരെ കുറവുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. കിട്ടുന്ന ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ MLA-യുടെ MP-യുടെ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാവരുടെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വിവിധ വാർഡുകളിൽ റോഡിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. 90% പൂർത്തീകരിക്കും. ഇനിയും നമുക്ക് ടെൻഡറിന്റെ ഭാഗത്ത് ഇനി ഈ മഴക്കാലത്ത് ടാറിംഗ് പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കുറച്ച് ടെൻഡർ പോയ പ്രോജക്റ്റുകൾ തന്നെ ചെയ്തു വരുമ്പോൾ 22 വാർഡുകളിലും ജനങ്ങൾക്ക് വളരെയേറെ ഗുണകരമാകും. ആ പ്രവർത്തനങ്ങൾ കൂടെ നടന്നു കഴിയുമ്പോൾ 100% പൂർത്തീകരിച്ചു എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ ഈ വന്യമൃഗശല്യം
നേരിടുന്ന ഒരു പഞ്ചായത്ത്. ആ മേഖലകൾ ബുദ്ധിമുട്ട് വല്ലാതെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ പ്രോജക്റ്റ് വെച്ച് സ്ട്രീറ്റ് ലൈറ്റുകൾ ഓരോ വാർഡിലും നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അതുകൂടാതെ തന്നെ ട്രീറ്റ്മെന്റ് വലിച്ച വന്യമൃഗശല്യം നേരിടുന്ന വാർഡുകളിൽ ട്രീറ്റ്മെന്റ് വലിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള ഫണ്ട് പ്രോജക്റ്റിൽ നമ്മൾ വെച്ചു കഴിഞ്ഞു. അതിന്റെ ടെൻഡർ നടപടിയിലേക്ക് പോയി. വന്യമൃഗശല്യം നേരിടുന്ന മേഖലകളിൽ ട്രീറ്റ്മെന്റ് വലിച്ച ഭാഗങ്ങളിലെല്ലാം നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഈ ഒരു സാധിക്കും. തീർച്ചയായും ഭാവി പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ പഞ്ചായത്ത് ഭംഗിയായി തന്നെയാണ് നടപ്പിലാക്കുന്നത്. വയനാട് ജില്ലയിലെ പൂതാടി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് നമ്മളോട് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി മിനി പ്രകാശ്. ഇന്ത്യ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.